പൂന്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചുവെന്ന നടി അൻസിബയുടെ പരാതിയിൽ നടി ലക്ഷ്മി പ്രിയയോട് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. നാളെ രാവിലെ 11 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം. SI രേഷ്മയുടെയും മൊഴി ശേഖരിക്കും. അതേസമയം കേസിൽ നടി അൻസിബ തൃക്കാക്കര ACP ഓഫീസിലെത്തി മൊഴി നൽകി. ലക്ഷ്മി പ്രിയയുടെ പരാതിയിൽ അൻസിബയെ പോലീസ് അധിക്ഷേപിച്ചുവെന്നാണ് ആരോപണം. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു, കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. SI രേഷ്മ മാമിന് രണ്ടുപേർക്കെതിരെ വേറൊന്നും പറഞ്ഞില്ല. ഇനി SI രേഷ്മ പിന്നെ ലക്ഷ്മി പ്രിയ ചേച്ചി ഇവരെ രണ്ടുപേരെയും വിളിച്ച് അവരുടെ മൊഴിയെടുക്കും. അവിടുത്തെ പോലീസുകാരുടെ മൊഴിയെടുക്കും എന്ന് പറഞ്ഞു. വേറെ ആരും ഇതിന് സാക്ഷികളില്ല എന്ന് പറഞ്ഞു. സഹിൻ ആന്റണി നൽകും വിശദാംശങ്ങൾ. സഹിൻ, ഈ ലക്ഷ്മി പ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ മൊഴി നൽകിക്കഴിഞ്ഞു പോലീസിന്. ഈ മറുവശത്ത് ഈ ടിനി ടോമിനെതിരെ കൂടി ചില ആരോപണങ്ങൾ അൻസിബ ഉന്നയിക്കുന്നുണ്ട്. ടിനി ടോം സാമൂഹിക വിപത്ത് എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. തീർച്ചയായിട്ടും, അതായത് താരസംഘടനയായ അമ്മയിലെ തർക്കം അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നടി അൻസിബ ലക്ഷ്മി പ്രിയക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ലക്ഷ്മി പ്രിയ പറയുന്നത് അൻസിബയുടെ ഒരു മെസ്സേജ് തൻ്റെ കുടുംബത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അൻസിബയ്ക്കെതിരെ ലക്ഷ്മി പ്രിയ പരാതി നൽകിയിരുന്നത് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ. എന്നാൽ ഇത് ഈ ലക്ഷ്മി പ്രിയയുടെ ഈ പരാതി വ്യാജമാണെന്നും ഈ പരാതിയുടെ പുറത്ത് 3 മണിക്കൂറോളം തന്നെ അവിടുത്തെ SI രേഷ്മയും ഒപ്പം തന്നെ ലക്ഷ്മി പ്രിയയും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് അൻസിബയുടെ പരാതി. ഇതേ തുടർന്നായിരുന്നു അൻസിബ ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി അയച്ചത്. ഈ പരാതിയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് അൻസിബയുടെ മൊഴിയെടുത്തത്. നാളെ ലക്ഷ്മി പ്രിയയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് ലക്ഷ്മി പ്രിയയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് SI രേഷ്മയെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ അൻസിബ ടിനി ടോമിനെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് നടത്തിയത്. ടിനി ടോം ഒരു സാമൂഹിക വിപത്താണ് എന്നുള്ളതാണ് അൻസിബ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ടിനി ടോം തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, തന്നെ ഒരു മതതീവ്രവാദിയാക്കാൻ ശ്രമിച്ചു എന്നുള്ള പഴയ ആരോപണത്തിൽ തന്നെ അൻസിബ ഉറച്ചു നിൽക്കുകയാണ്. ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും അൻസിബ പറയുന്നുണ്ട്. ഉടൻ തന്നെ ആ പരാതിയുമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് അൻസിബയുടെ വാദം. ശരി, സഹിനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.